Dear students, applied dialysis ടെക്നോളജിയിലെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡയാലിസിസ് സൊല്യൂഷൻ കാൽസ്യം. നമ്മുടെ ഡയാലിസിസ് സൊല്യൂഷനിലുള്ള കാൽസ്യത്തിൻ്റെ അളവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ കാൽസിഫിക്കേഷൻ, അതായത് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസിന് കാൽസ്യമൊക്കെ കിട്ടണം. അതുപോലെ തന്നെ ഒരു ലോങ് ഡയാലിസിസ് പേഷ്യൻറ്റും ആണ് നമ്മുടെ ലോങ് ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പേഷ്യൻ്റ് എങ്കിൽ നമ്മൾ എത്ര ലെവലിൽ കാൽസ്യം കോൺസെൻട്രേഷൻസ് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.25 മില്ലി ഇക്വാലൻ്റ് പെർ ലിറ്റർ അല്ലെങ്കിൽ 2.5 മില്ലി ഇക്വാലൻ്റ് പെർ ലിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള കണക്കിലായിരിക്കണം നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, കാൽസ്യത്തിൻ്റെ ലെവലുകൾ കൊടുക്കേണ്ടത്. പിന്നെ വെൻ ബാത്ത് കണ്ടെയ്നിങ് 2.5 മില്ലി ഇക്വാലൻ്റ് പെർ liter is used, the patient is usually in positive calcium balance averaging about 200 milligram treatment. അതായത് പേഷ്യൻ്റ് യൂഷ്വലി നമുക്കൊരു പോസിറ്റീവ് കാൽസ്യം ബാലൻസ് ഒക്കെയാണ് നമ്മുടെ പേഷ്യൻറ്റിന് ഉള്ളതെങ്കിൽ നമ്മൾ 2 മില്ലിഗ്രാം ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് നമ്മുടെ പേഷ്യൻറ്റിന് കൊടുക്കേണ്ടത്. പിന്നെ നമുക്കിപ്പോൾ പേഷ്യൻ്റ് പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കാൽസിട്രിയോൾ എന്ന് പറയുന്നത് ആ ഒരു കണ്ടൻറ്റ് നമ്മൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ സിറത്തിലുള്ള കാൽസ്യം കൂടുന്നതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പ്രീ ഡയാലിസിസിൽ നമുക്ക് സിറം കാൽസ്യം ലെവൽ ചെക്ക് ചെയ്തിട്ട് വേണം അതായത് ഇപ്പോൾ നമ്മളൊരു ഡയാലിസിസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പേഷ്യൻറ്റിൻ്റെ കാൽസ്യം ലെവലുകൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളെന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ട്രീറ്റ്മെൻറ്റ് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഫീറ്റസിന് ആവശ്യമുള്ളത് 25 മുതൽ 30 ഗ്രാം കാൽസ്യമാണ് അവരുടെ ശരീരത്തിൽ ഫീറ്റൽ സ്കെലിറ്റനൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ളത്. പിന്നെ 2.5 മില്ലി ഇക്വാലൻ്റ് പെർ ലിറ്റർ ബാത്ത് 25 ആഴ്ചയിൽ നമുക്ക് ഡയാലിസിസിന് വേണ്ടിയിട്ട് ഡയാലിസിസിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ബട്ട് പ്രിമേച്യൂർ ബർത്ത് ഈസ് കോമൺ ഇനഫ് ആൻഡ് കാൽസ്യം ഫ്ലക്സ് വാരിയബിൾ ഇനഫ് ദാറ്റ് ഓറൽ സപ്ലിമെൻറ്റേഷൻ ഈസ് അഡ്വൈസബിൾ. അതായത് നമുക്കിപ്പം പെട്ടെന്ന് പേഷ്യൻറ്റിന് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓറലൊക്കെ നമുക്ക് കാൽസ്യം കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇഫ് ദ വുമൺ റിക്വയേഴ്സ് ഫോസ്ഫേറ്റ് ബിൻഡേഴ്സ് 1 to 2 gram ഓഫ് എലമെൻ്റൽ കാൽസ്യം ഷുഡ് ബി സഫിഷ്യൻറ്റ്. അതായത് നമുക്കിപ്പോൾ പേഷ്യൻറ്റിന് കാൽസ്യത്തിനേക്കാളും കൂടുതൽ ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സിനെയാണ് അവർ റിക്വയർ ചെയ്യുന്നതെങ്കിൽ ഒരു 1 to 2 gram കാൽസ്യമാണ് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അത്രയാണ് അവർക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. ഓവർ ദ ലോങ് ടേം dialysate calcium should be long enough to minimize soft tissue calcification, but over the short term of pregnancy calcium should be sufficient for the fetal skeleton. നമുക്കിപ്പോൾ കാൽസ്യം അവരുടെ ശരീരത്തിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇപ്പോൾ നമുക്കറിയാം ഒരു നോർമലായിട്ടുള്ളൊരു പ്രഗ്നൻ്റ് ലേഡിക്ക് നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവരുടെ ശരീരത്തിൻ്റെ രീതികളനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, കാൽസ്യം സപ്ലിമെൻറ്റ്സ് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് ബിൻഡേഴ്സൊക്കെയാണ് അവർ നീഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാൽസ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള ബൈൻഡേഴ്സ്, അതുപോലെ തന്നെ കാൽസ്യം കണ്ടെയ്നിങ് ബൈൻഡേഴ്സ് നമുക്ക് അവർക്ക് കൊടുക്കാം. ദിസ് ഈസ് നോ എക്സ്പീരിയൻസ് വിത്ത് സെവലമർ ഓർ lanthanum carbonate in pregnancy. Some women become hypophosphatemic. Often phosphate binders are no longer required. ചില പേഷ്യൻസിൽ ഇപ്പോൾ ഹൈപ്പോഫോസ്ഫറ്റീമിക്, അതായത് ഫോസ്ഫേറ്റിൻ്റെ ലെവൽ കുറവുള്ള ആളുകളിലൊക്കെ ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് നമുക്ക് കൊടുക്കാനായിട്ട് പാടില്ല. അത് അവർക്ക് നമുക്ക് അവരുടെ ഫോസ്ഫേറ്റ് ടു ദ ബാത്ത് ഫോർ വുമൺ ഹു ഡു നോട്ട് നീഡ് ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ്. ചില സ്ത്രീകളിൽ ഇപ്പോൾ നമുക്ക് ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് ആവശ്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം ക്യാൻ ബി പ്രൊവൈഡഡ് ഇൻ എ ലോവർ ഡോസ് സെപ്പറേറ്റ് ഫ്രം മീൽസ്. അതായത് നമുക്ക് അവർക്ക് കാൽസ്യം എന്ന് പറയുന്നത് നമുക്ക് ലോവർ ഡോസിൽ നമുക്ക് മീൽസ് വഴി കൊടുക്കാനായിട്ട് സാധിക്കും. എക്സ്പീരിയൻസ് വിത്ത് സിനാകാൽസെറ്റ് ഇൻ പ്രഗ്നൻസി ഈസ് ലിമിറ്റഡ് ടു എ ഫ്യൂ കേസ് റിപ്പോർട്ട്സ് ഓഫ് യൂസ് ഇൻ പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം. നമുക്ക് സിനാകാൽസെറ്റ് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് നമ്മളത് കൊടുക്കുന്നത് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകളിൽ ഈ സിനാകാൽസെറ്റുകൾ യൂസ് ചെയ്തിട്ട് ഹൈപ്പർ പാരാതൈറോയിഡിസം കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സിറം കാൽസ്യവും ഫോസ്ഫറസും ഷുഡ് ബി മോണിറ്റർഡ് വീക്കിലി. സിറം കാൽസ്യം ആണെങ്കിൽ അതുപോലെ തന്നെ ഫോസ്ഫറസ് ആണെങ്കിൽ നമ്മൾ വീക്കിലി മോണിറ്റർ ചെയ്യണം. പിന്നെ ഹൈപ്പർ കാൽസീമിയ
may suppress the fetal parathyroid glands and cause neonatal tetany. ഹൈപ്പർകാൽസിമിയ കണ്ടീഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീറ്റൽ പാരാതൈറോയ്ഡ് ഗ്ലാൻസിനെ അത് സപ്രസ് ചെയ്യുകയും അതുവഴി നിയോനാറ്റൽ ടെറ്റനി, അതായത് നമുക്ക് അവരുടെ എല്ലുകളൊക്കെ ആകെ ബലം പിടിച്ചിരിക്കുന്ന കണ്ടീഷൻസൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ടെറ്റനി എന്ന് പറഞ്ഞ കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലുകളൊക്കെ വളയുക, ടൈറ്റ് ആവുക, ജോ ഒന്നും നമുക്ക് കറക്റ്റ്, അതായത് സംസാരിക്കാനൊന്നും പറ്റാതെ ജോ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് എന്താണ് താടിയിൽ ടൈറ്റ് ആകുമ്പോൾ സംസാരിക്കാനായിട്ട് പറ്റാത്ത കണ്ടീഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അടുത്തത് പറയുന്നത് ഡയാലിസിസ് സൊല്യൂഷൻ ബൈകാർബണേറ്റ് ആണ്. ഡയാലിസിസ് സൊല്യൂഷൻ ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഭാഗത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ എന്താണ് നമുക്ക് ആൽക്കലോസിസ് കണ്ടീഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. മെറ്റാബോളിക് ആൽക്കലോസിസ് എന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ലേഡികളാണെങ്കിൽ അവർക്ക് റിസ്ക് കൂടാനായിട്ടുള്ള സാധ്യതകളാണ് വരുന്നത്. കാരണം റെസ്പിറേറ്ററി ആൽക്കലോസിസ് കണ്ടീഷൻസ് അവർക്ക് ഉണ്ടാവുന്നു. പിന്നെ വരുന്നത് ഇതിനെ നമുക്ക് റെസ്പിറേറ്ററി ആൽക്കലോസിസ് കണ്ടീഷൻസ് ഒന്നും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലഡ് ഗ്യാസ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഏതൊക്കെയാണ്, നമുക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും, അത് രണ്ടും നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സെറം ബൈകാർബണേറ്റ് ഇൻ നോർമൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് 18 മുതൽ 20 മില്ലിമോൾ പെർ ലിറ്റർ ആണ്. ഇനി 25 മില്ലിമോൾ ബൈകാർബണേറ്റ് ഡയാലിസിസ് ബാത്ത് ഈസ് യൂഷ്വലി ഇഫക്റ്റീവ് ഇൻ അവോയ്ഡിങ് ആൽക്കലോസിസ്. നമുക്ക് ആൽക്കലോസിസ് കണ്ടീഷൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 25 മില്ലിമോൾ ബൈകാർബണേറ്റ് ഡയാലിസിസ് ബാത്ത് നമുക്ക് യൂസ് ചെയ്യാം. വെൻ ദിസ് ബൈകാർബണേറ്റ് കോൺസെൻട്രേഷൻ ഈസ് നോട്ട് അവൈലബിൾ, bicarbonate can be removed by increasing ultrafiltration and replacing the losses with the saline. അപ്പോൾ നമുക്ക് ബൈകാർബണേറ്റ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ബൈകാർബണേറ്റിനെ നമുക്ക് റിമൂവ് ചെയ്തിട്ട് എന്ത് വഴി റിമൂവ് ചെയ്യാം, അൾട്രാഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റീപ്ലേസിങ് ദ ലോസസ് വിത്ത് സലൈൻ. നെക്സ്റ്റ് പറയുന്നത് ഡയാലിസിസ് സൊല്യൂഷൻ സോഡിയാണ്. ഡയാലിസിസ് സൊല്യൂഷനിലെ സോഡിയത്തിൽ എത്രത്തോളം ലെവൽ വരുത്താം എന്നുള്ളതാണ് പറയുന്നത്. നോർമൽ സിറം സോഡിയം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് പ്രഗ്നൻസി ടൈമിൽ ഡിക്രീസ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു 134 മില്ലിമോൾ പെർ ലിറ്റർ ഒക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഡയാലിസിസ് നമ്മുടെ സോഡിയത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് എന്തായാലും എന്ത് സംഭവിക്കും, നല്ല ദാഹം അനുഭവപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൺസ് ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താണ് വാട്ടർ ടു നോർമലൈസ് സിറം സോഡിയം ഇഫ് ഇറ്റ് ഈസ് ഹൈ അറ്റ് ദ എൻഡ് ഓഫ് ഡയാലിസിസ്. With the daily dialysis, fluid removal should be modest enough to make sodium modeling necessary. അതായത് നമുക്ക് ഈ സോഡിയത്തിൻ്റെ ലെവലൊക്കെ കൃത്യമാക്കിയിട്ട് വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് പേഷ്യൻറ്റിന് എന്താണ് കൃത്യമായിട്ട് ഓരോ ദിവസവും ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഡെയിലി ഡയാലിസിസിന് വേണ്ടി അവരെ വിധേയമാക്കേണ്ടതായിട്ടുണ്ട്.